മേ ബി പുള്ളി ചിലപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ പുള്ളി ഒരാളെ കൊണ്ടേ പോകുള്ളൂ, ഒരാളുടെ ചാൻസ് അവിടെ കളഞ്ഞിട്ടേ പുള്ളി ഇവിടുന്ന് പോകുള്ളൂ, വെറുതെ പോകില്ല. അതായത് ഇപ്പോ നമ്മളെല്ലാരും ചിലപ്പോൾ ഇവിടുന്ന് പോകേണ്ട ആൾക്കാരായിരിക്കാം, 100 ദിവസം കഴിഞ്ഞ് എല്ലാരും പോകും. എടാ പുള്ളിക്ക് എതിരെ ഒരു സാധനം വന്നുണ്ടല്ലോ, പുള്ളി അത് എങ്ങനെ കവർ ചെയ്ത് ഇത് വേറെ തലയെ കൊണ്ടിടാം. സിമ്പിൾ ആയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം മോർണിംഗ് ടാസ്ക് എന്താ പറഞ്ഞു, ഒരു ചീഞ്ഞ സാധനം, ഞാൻ ആ ചീഞ്ഞ സാധനം ഉദ്ദേശിച്ച് എന്താ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ആ ചീഞ്ഞ സാധനത്തെ പറ്റി ഇത് അടുക്കെടുത്ത് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും മണം അടിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എന്തിനാണ് ഈ ചീഞ്ഞ സാധനം എടുത്ത് വെച്ചത് നമ്മൾ ചോദിക്കും. അപ്പൊ നമ്മുടെ വായിൽ നിന്ന് ഒരു പക്ഷേ എന്തെങ്കിലും വൃത്തികെട്ട സാധനം ചിലപ്പോൾ നമുക്ക് വീഴും. പുള്ളി ഇപ്പൊ എന്ത് ചെയ്യും, അതെടുക്കും. അപ്പൊ ആ ചീഞ്ഞ സാധനം വെച്ചതാരാ, സൈലന്റ് ആവും, മിണ്ടത്തില്ല. അപ്പൊ പുള്ളി എന്ത് പ്രേക്ഷകർക്ക് കൊടുക്കുന്ന സാധനം എന്താണെന്നറിയാവോ, എല്ലാം കൂടെ അറ്റാക്ക് ചെയ്യും. അത്രേ ഉള്ളൂ. അതാണ് പുള്ളിയുടെ ടോട്ടൽ ഗെയിം പ്ലാൻ ഇല്ലേ ഇത്. പിന്നെ പുള്ളിയുടെ ഗെയിം പ്ലാനകത്ത് ആഡ് ചെയ്യുന്ന പുള്ളിക്ക് പറഞ്ഞു കൊടുത്ത പുള്ളിക്ക് ഇത് പറഞ്ഞു കൊടുത്ത ആൾക്കാര്, പുള്ളി ഇത് ഇങ്ങനെ ഇവിടെ നടക്കുമ്പോഴത്തേക്കും പുറത്തെ ഏരിയയിൽ വെള്ളം പൂശണമെന്ന് പുള്ളി ഏൽപ്പിച്ചിട്ടുള്ള ആൾക്കാർ ഇത് വളരെ കൃത്യമായിട്ട് ചെയ്യുമെന്ന് പുള്ളിക്ക് അറിയാം. ആ ഒരു ഗട്സ് ആണ് പുള്ളിക്ക് ഇവിടെ ബാക്കിയുള്ളത്. അതാണ് പുള്ളിയുടെ ബാക്കി. പുള്ളിക്ക് ധൈര്യം, ഞാൻ പോവില്ല. പുള്ളിയുടെ ധൈര്യം അതാ, ധൈര്യത്തിന്റെ അർത്ഥം അതാ. ഞാൻ പോവില്ല, ഞാൻ ഇങ്ങനെ ആയിരിക്കും, ഞാൻ ഇതായിരിക്കും, ഞാൻ ഇങ്ങനെ ആയിരിക്കും. പുള്ളിയുടെ ധൈര്യം